ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഏകദേശം 80-85 ഡിഗ്രി ചരിവുണ്ട്. ഒരു ചലഞ്ചിങ് ആണ്. റോപ്പൊന്നുമില്ല കയ്യിൽ. എന്തായാലും സെൽഫ് ചലഞ്ച് ചെയ്ത് നോക്കാനായിട്ട്. ഇതാണ് കുറച്ച് ചലഞ്ചിങ് ഏരിയ ആണ്. കുറച്ച് ടാസ്ക്കാണ്. പോയി കഴിഞ്ഞാൽ പോകാനും ചാൻസ് ഉണ്ട്. ഈ കാണുന്ന സ്റ്റീപ്പിലോട്ട് വീഴും. ഓക്കെ, ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് പോകാനാണ് കുറച്ച് ടാസ്ക്. അത്യാവശ്യം സ്റ്റെപ്പുണ്ട്. ഇത് കുഴപ്പമില്ല. ഈ എഡ്ജ് വഴി ഇങ്ങനെ ടാസ്ക്കാണ്. പോയിട്ട് അത് തന്നെ ടാസ്ക്കാണ് വേണ്ടത്. നീ ടോപ്പിൽ കയറിയില്ല, നീ ട്രൈ ചെയ്യാൻ അത് അങ്ങനെ വേണ്ട. പിന്നെ വിടെ ഓക്കെ. അങ്ങനെ വീണ്ടും കുറച്ചും കൂടെ ടാസ്ക് ആയിട്ടുള്ള ഏരിയയിലെത്തി. ട്രൈ ചെയ്യണം കയറാനായിട്ട്. കുറച്ച് സ്റ്റെപ്പുണ്ട്, കുറച്ച് ടാസ്ക്കാണ്. കാണുന്നവർ വിചാരിക്കും എനിക്ക് ഭ്രാന്താണ്. ഇങ്ങനെയൊന്നുമല്ല. ഒരു കയറിയിട്ട് ഇങ്ങനെ കയറുമ്പോൾ ഒരു രസം. ഒരാൾക്കാർക്ക് ഓരോ വട്ടമാണല്ലോ, അതുപോലത്തെ ഒരു വട്ട്. നെക്സ്റ്റ് ടൈം എന്തായാലും മണ്ടത്തരം കാണിക്കില്ല. ഈ സ്റ്റിക്കും കൊണ്ട് ക്ലൈംബ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4 ലെഗ് ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പ്രാവശ്യം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. മൈക്ക് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സൗണ്ടിൽ ക്ലാരിറ്റി കാണത്തില്ല. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മ ഓൾമോസ്റ്റ് എത്തി. ഓക്കെ, ഇത് ആക്ച്വലി നമ്മളെ കേപ്പ് ടൗൺ, ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലെ ടേബിൾ മൗണ്ടെയ്ൻസ് എന്ന് പറയും. അത് കണക്കാണ് ഇരിക്കുന്നത്. ടേബിൾ മൗണ്ടെയ്ൻസ് അല്ല ഇത്. കേപ്പ് ടൗൺ എന്ന സ്ഥലത്ത് അതിനെ പറയുന്ന ടേബിൾ മൗണ്ടെയ്ൻസ് എന്നാണ്. ഏകദേശം കണ്ടാൽ അതുപോലെ ഇരിക്കുന്നത്. ഇതിനപ്പുറം ഒമാൻ ബോർഡറാണ്. ടൈമില്ല. ടൈം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഒരു കാണുന്ന യിലെ ബോർഡറില ആ ഒരു മല കയറാനുള്ള പ്ലാനായിരുന്നു. തൽക്കാലം ഇതോ കാണുന്ന ചെറിയ ടോപ്പും കൂടെ ഫിനിഷ് ചെയ്തിട്ട് താഴെ ഇറങ്ങാനാണ് പ്ലാൻ. ഓൾമോസ്റ്റ് കയറായി. ഇല്ല, കുറച്ചും കൂടെ ഉണ്ട്.
അയ്യോ, ഇങ്ങനെ മേളിൽ നിന്നൊക്കെ കയറി. കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗ്രാമമാണ് കാണുന്നത് ഈ മലയുടെ മേളിൽ. കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ പോലെ ഒരു സംഭവം കാണുന്നുണ്ട് ദൂരെ. സ്കൂളാണെന്ന് അറിയത്തില്ല. ദൂരെ നിങ്ങൾക്ക് കാണാം. ബീച്ച് ഏരിയ ഫുള്ള് കാണാം. ഇത് കണ്ണ റാസൽ ഗെയിം ഏരിയയാണ്. ഇനിയും ടോപ്പായിട്ടുള്ള മൗണ്ടൻസ് ഉണ്ട്, അത് കയറാനായിട്ട് ടൈമില്ല.